നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തലമുറ മാറ്റത്തിന് കോൺഗ്രസ് 50% സീറ്റുകൾ യുവാക്കൾക്കും സ്ത്രീകൾക്കും നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് സതീശൻ നിലപാട് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി ആരെന്ന തെരഞ്ഞെടുപ്പിന് ശേഷം AICC തീരുമാനിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. 4 വർഷം മുമ്പ് നടന്ന കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിൽ പാർട്ടിയിലും തെരഞ്ഞെടുപ്പുകളിലും 50% പ്രാതിനിധ്യം യുവാക്കൾക്കും സ്ത്രീകൾക്കും നൽകണമെന്ന തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഇതുവരെ അത് പാലിക്കപ്പെട്ടിരുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ് അത് നടപ്പിലാക്കാൻ പോകുന്നുവെന്ന പ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയത്. ഇത് സുഗമമായ നടപടിയായിരിക്കുമെന്നും കോൺഗ്രസിന് വളരെ മികച്ച 2ാം നിര 3ാം നിര നേതാക്കളുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മാറ്റം ഉണ്ടാവും. കോൺഗ്രസ് നേതൃത്വത്തിൽ അങ്ങനെ തന്നെയാണ്. കമ്മിറ്റികളൊക്കെ അങ്ങനെ വേണമെന്ന് AICCയുടെ തീരുമാനമുണ്ട്. സംഘടനാപരമായി അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മുതിർന്ന നേതാക്കന്മാരെല്ലാവരും പാർട്ടി വിട്ടൊന്നും പോയില്ലല്ലോ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അവരുടെ ഉപദേശങ്ങളും അവരുടെ സഹായവും അവരിൽ മത്സരിക്കാൻ പറ്റാവുന്നവരും മത്സരിക്കുകയൊക്കെ ചെയ്യും. ഫെബ്രുവരിയോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് കോൺഗ്രസ് ആലോചന. മണ്ഡലങ്ങളിലെ വിജയസാധ്യതയും മെറിറ്റും മാത്രം പരിഗണിച്ചാകും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക. എന്നാൽ 50% പ്രാതിനിധ്യം നടപ്പിലാക്കുമ്പോൾ പല മുതിർന്ന നേതാക്കൾക്കും സീറ്റ് നിഷേധിക്കേണ്ടി വരുമെന്നത് കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കും. അതേസമയം മുഖ്യമന്ത്രി മുഖമില്ലാതെയായിരിക്കും കേരളത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്നും ഫലം വന്നതിന് ശേഷം മുഖ്യമന്ത്രിയെ AICC തീരുമാനിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. മീഡിയ 1, ഡൽഹി.